ഹലോ ഗൈസ്, അപ്പം ഇന്ന് വീഡിയോ ഒരു ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ മാമൻ്റെ വീട്ടിലാണ്. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ എൻ്റെ മാമൻ്റെ 2 ഉണ്ണികളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറുതായിട്ടൊരു വീഡിയോ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടാ. ഒരു കുറച്ച് അത്ര വലിയ ലോങ് ഒന്നും വീഡിയോ അല്ല, ഒരു കുഞ്ഞ് വീഡിയോ ആണ്. ഒരു 3-4 മിനിറ്റ് ഉണ്ടാകുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ 2 പേരും കൂടി എന്തൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഇവരുടെ 2 പേരും ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അത്ര വലിയ ലോങ് ഒന്നുമല്ല ഗൈസ്. അപ്പോൾ ഞങ്ങളവിടെ 3 പേരും കൂടി അവിടെ ഡാൻസോ എന്തൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ വ്ളോഗ് ഷോർട്സ് ആക്കിയിട്ട് പറഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. പക്ഷേ എനിക്ക് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് 2-3 ദിവസമായി ഗൈസ്. എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ്. പിന്നെ വോയിസ് ഓവറൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ മടിയല്ല ഗൈസ്. വോയിസ് ഓവർ ചെയ്യാനും വീഡിയോനെ എഡിറ്റ് ചെയ്യാനൊന്നും കുഴപ്പമില്ല ഗൈസ്. പക്ഷേ തമ്പനെയിലൊക്കെ റെഡിയാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളപ്പം 3 പേരും കൂടി അവിടെ എന്തൊക്കെ പറഞ്ഞിട്ട് കളിക്കുകയാണ്. പിന്നെ ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുന്നെങ്കിൽ ഞാൻ ഇടാം ഗൈസ്. എനിക്ക് ഇടാൻ പറ്റില്ല ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് മടിയാണ് ഗൈസ്. ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് ഗൈസ് എനിക്ക്. അപ്പോൾ ഇത് നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസൊക്കെ എടുത്ത് വയ്ക്കും ഞാൻ. പക്ഷേ ഇടാനായിട്ട് എനിക്ക് കുറേ ടൈം വേണം ഗൈസ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ അവിടെ എണീറ്റ് നിന്നിട്ട് ഞാൻ ജാനൊന്നും എടുത്തിട്ട് ഒറ്റ കൈയോണ്ട് ഞാൻ ക്യാമറ പിടിച്ചിട്ട് ഇപ്പം എൻ്റെ ഫോൺ പോയേനെ ഗൈസ്. അപ്പോൾ ഞങ്ങളവിടെ 3-4 പേരും കൂടി അവിടെ നിന്ന് കളിക്കായിരുന്നു. പിന്നെ അവിടുത്തെ പിള്ളേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വീടാണ്. അവിടെ എൻ്റെ പാപ്പൻ്റെ മക്കളാണ് ഗൈസ്, വിച്ചാപ്പി ആദ്യമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിങ് തുടങ്ങി ഗൈസ്. കേക്കിൻ്റെ പേര് നട്ടി ബബ്ലി എന്നായിരുന്നു കേട്ടോ. നല്ലൊരു അടിപൊളി കേക്ക്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കേക്ക് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കാം. നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഗൈസ്. നല്ലൊരു അടിപൊളി കേക്ക് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കേക്ക് കട്ടിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അടിപൊളി നല്ല വാൻജോടെ പോലെയായിരുന്നു. കളറ് ഒരു ഓറഞ്ചും ഒരു ചോക്ലേറ്റ്, ഇങ്ങനെ മെൽറ്റഡ് ചോക്ലേറ്റും പിന്നെ ഒരു ഉള്ളിൽ ഒരു ബാർബീനൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ലഡും കുറച്ച് മിഠായികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഒരു അടിപൊളി ഒരു കേക്ക് എന്ന് വെച്ചാൽ ഗൈസ് പറയണ്ട. ഒരു ഉള്ളിൽ തന്നെ നട്ടി ബബ്ലി പോലത്തെ ഒരു കേക്ക് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ 2 പേരും കൂടി കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും എടുത്ത് കേക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ലഡ്ഡുമൊക്കെ ഇരുന്ന് കഴിച്ചു ഗൈസ്. ലഡ്ഡു എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് പിന്നെ വോയിസ് ഓവർ ചെയ്യാൻ മടി കൊണ്ടാണ് ഗൈസ്. എനിക്ക് ഭയങ്കര മടിയാണ് ഗൈസ് വോയിസ് ഓവറൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഗൈസ്. നല്ല അടിപൊളി കേക്കാണ്. ഫസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഗൈസ്. അപ്പോൾ പിന്നെന്താ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു കേക്കും പിന്നെ ഞാൻ 2-3 പീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും എടുത്ത് കേക്കൊക്കെ പിന്നെ കൊടുത്തു. അടിപൊളി പിക്സൊക്കെ ഞാൻ ഇവിടെ അടിപൊളി പിക്സ് ഒന്നുമല്ല ഗൈസ്, ഒരു പൊട്ട പിക്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സദ്യ കഴിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സദ്യക്ക് ചോറും മോര് കറിയും ഇപ്പം സാമ്പാറും കേബേജും അവിയലും പപ്പടം പിന്നെ പായസത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ കുഞ്ഞൊരു വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട്.